വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്നെ അടിച്ചിട്ടും വായന്നും ഒക്കെ ചോരയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും പിന്നെ ഒരു എന്തിനാ ഉപദ്രവിച്ചിരിക്കുന്ന അങ്ങനെ? അത് ആ പൈസ പോയ സമയത്തായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് ആ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രാജി നഴ്സിംഗ് ഹോമിൽ 7 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തിനാ? ഇവരടിച്ചിട്ട് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട്. പോസ്റ്റ്മാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ഇയാളെ പിന്നെ എന്തിനാ പോയേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എനിക്ക് കിട്ടുകയും ചെയ്തുല്ലോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി പോയതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അത് വിട്ട് കളഞ്ഞു. എന്നെ ഉപദേശിക്കാൻ വരുന്നത് നിങ്ങളുടെ മോളെ ഉപദേശിച്ചാൽ മതിയെന്നും പിന്നെ എന്നെ മോശമായിട്ട് രീതിയിൽ ഓരോ അനാവശ്യങ്ങൾ പറയലും മുന്തലും തള്ളലും അവിടെ ഭയങ്കര ബഹളമായിട്ട് ഞങ്ങളെ 3 പേരെയും കൂടിയിട്ട് ഇവർ പുറത്തേക്ക് വാതിൽ തള്ളി അടച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ അവർ ചോദിക്കുകയൊക്കെ ചെയ്തു എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോട് എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങളെ ഒത്തുതീർപ്പാക്കിയ രീതിയിൽ വീട്ടിലേക്ക് ആളുടെ കാറിൽ തന്നെ കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അച്ഛനും അവരും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ട് പിന്നെ വീട്ടിലേക്ക് കയറിയിട്ടേ ഇല്ല അവര്. ഈ 3 വർഷത്തിനിടയ്ക്കാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ മകളുടെ പേരിലുള്ള ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്. അത് ഈ 3 വർഷത്തിനിടയ്ക്കാണ്. ഇയാള് പുറപ്പെട്ടു പോയതിനു ശേഷം എന്തായിരുന്നു ആ സംഭവം? അതിപ്പോ 1 മാസമായിട്ടുള്ളൂ പ്രശ്നം ഉണ്ടായിട്ട്. അത് ശരി. ഒരു കള്ളൻ കേസ്. അത് തന്നെ. അത് ഇതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകണു അവിടെയൊക്കെ ഓരോ ലെറ്റർ എഴുതിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്നും ഞങ്ങളുടെ ഫോൺ റെക്കോർഡ് അയാൾക്ക് കേൾക്കണുണ്ടെന്നും അപ്പം ആ രീതിയിൽ സംസാരിച്ചിട്ട് എല്ലാവരും ആ നാട്ടുകാരെയൊക്കെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കണ ഫുള്ള് അങ്ങേർക്ക് കേൾക്കാത്രേ. എന്നിട്ട് അത് എഴുതിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും അവരുടെ റിലേഷൻ തന്നെ ഒരു പഴയന്നൂർ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ എഴുതിയ കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും കൊടുത്തിട്ട് അവർ എനിക്ക് തന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടത് ആ സംഭവങ്ങൾ. അവർ മോശമായിട്ട് അനിയനോട് അത് സംസാരിച്ച് ഇത് സംസാരിച്ച് മക്കൾ അങ്ങനെ നടക്കണു ഇങ്ങനെ നടക്കണു അങ്ങനെയുള്ള രീതിയിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നടക്കുക. പിന്നെ എന്താ അയാൾക്ക് ഞങ്ങളെ എങ്ങനെ ഉപദ്രവിക്കുക അതേ രീതിയിൽ വീട്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അത് കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റിലേഷനുള്ളവർക്കും വിളിച്ചു പറയും, ഞങ്ങളെയും വിളിച്ചു പറയും. നിങ്ങളുടെ ജീവിതം എങ്ങാനും അയാളെ വീഡിയോയിൽ പകർത്തിയതായിട്ട് അങ്ങനെ വല്ല? എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഈ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഒരു ദിവസം മോളുടെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ വിളിച്ചു വരുത്തിയവരെ ഫോൺ ചെയ്തപ്പോൾ കിട്ടിയവർക്ക് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ആ പണ്ടത്തെ ഒരു നമ്പർ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദിവസം വന്നിട്ട് അങ്ങനെ സ്നേഹ അഭിനയിച്ചു വന്ന് എൻ്റെ കൂടെ ഒരു ദിവസം നിന്ന് ബെഡ്റൂമിലത്തെ ഇതൊക്കെ അവർ വീഡിയോ എടുത്തു എന്നാണ് പുറത്ത് സംസാരം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു എന്തിനാ ഇയാളെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അല്ലേ, വേറെ ആരുടെയും കൂടി ഉള്ളതല്ലല്ലോ. എന്നാലും ഇയാൾ മോശമായിട്ട് രീതിയിൽ ഈ വീഡിയോസ് അവരെയൊക്കെ കാണിച്ചു എന്നൊക്കെയാണ് അവർ പറയണത്. നമ്മുടെ എല്ലാ വിഷമങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിലും കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അയാൾ വന്നു എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോൾക്കൊരു കേക്കും ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നല്ല രീതിയിൽ ഞങ്ങളുടെ കൂടെ ജീവിക്കാനായിരിക്കും എന്ന്. പിറ്റേ ദിവസം പറഞ്ഞു കേസിന് എനിക്കൊരു തെളിവ് ഉണ്ടാക്കാൻ വന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അപ്പോഴും ഞങ്ങൾ ഇനി എന്നാ വരിക എന്നൊക്കെ ചോദിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരും എന്നുള്ള രീതിയിൽ ഇനി എല്ലാം മറന്ന പോലെയൊക്കെയാണ് അവർ പോയത്. അതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ പിടിച്ചത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് അയാൾ പോയിരുന്നേ എന്നൊക്കെ പറയണത്. അങ്ങനെ പല കാര്യങ്ങളും അയാളിങ്ങനെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇപ്പോൾ ഒരു മാസമായി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കൈരളി ചാനലിൽ വരാൻ തന്നെ കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിന് അപ്പുറത്തൊരു 10-20 ആളുണ്ടാവും. ഒരു ചെക്കനെ പിടിച്ച് അടിക്കുക ഒരു 9:30-10 മണി സമയത്ത്. ആ സമയത്ത് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അകത്താണ്, മോള് നല്ല വോളിയത്തിൽ TV-യും വെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് പിടിച്ചിങ്ങനെ തള്ളണ ഒച്ചയും ഭയങ്കര സൗണ്ട്, കല്ലൊക്കെ എടുത്ത് എറിഞ്ഞുണ്ട് തോന്നുന്നു. നേരം വെളുത്തപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ കല്ലും ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഉഷ്ചേച്ചി വാതിൽ തുറക്കുമെന്ന് പറയണ്ടായാലും ഒരു ചെക്കൻ. അപ്പോൾ ഞാൻ എന്താണോ ചോദിച്ചിട്ട് ഞങ്ങൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് പിന്നെ ഗ്രില്ലും തുറന്നിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ
ഇവിടുത്തെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആൾക്കാരുടെ കൂട്ടം. അത് കഴിഞ്ഞപ്പോൾ ഗ്രില്ല് തുറക്കാൻ വേണ്ടി ഞാൻ ചാവി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അകത്തുനിന്ന് ചാവി എടുത്ത് തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എവിടുന്നോ കള്ളനെ പിടിച്ചതാണ്. അവിടെ ദൂരെ എവിടുന്ന് പിടിച്ചതെന്ന് എനിക്കറിയില്ല. കള്ളനെ ഒരു ചെക്കൻ പിടിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണെന്നാണ് പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അകത്തുനിന്ന് പിടിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതാന്ന് പറയും, പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇത്രയും ജനങ്ങളൊക്കെ എങ്ങനെ കൂടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിത് ഇവൻ പറഞ്ഞപ്പോൾ വന്ന് അടിക്കാൻ വന്നതാന്ന് പറഞ്ഞു. ഇവനെ അടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ മോളുടെ പേര് വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അറിയോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ അറിയോടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ മോളെ അറിയോ ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാ നീ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിലെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ കള്ളനാണെങ്കിൽ കള്ളൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ അടുത്തൊക്കെ എല്ലാവരും കാവല് നിൽക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ആ ഭാഗത്ത് മുളക് പൊടി കൊണ്ടുവന്ന് വെക്കുക, ഓരോ വീടുകളിൽ കോണിമ്പെല്ലടിക്കുക, അങ്ങനെ കുറച്ച് സ്ഥലത്തുനിന്ന് കളവൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പരിസരത്തുനിന്ന് കിട്ടിയെന്ന് പറയണം, ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പരിസരത്ത് വരുമ്പോൾ മാത്രം മോശമായ രീതിയിൽ സംസാരിക്കുക, മറ്റുള്ളവരുടെ വീട്ടിൽ വരുമ്പോൾ അത് കള്ളനായിട്ട് ചിത്രീകരിക്കുക. അപ്പം ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണ്, ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കടന്നു പോകാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും. ഇളയ മോള് മാത്സ് എക്സാം ആയതുകൊണ്ട് വേറെ അവളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ 4 ദിവസം നിന്ന് പഠിക്കുകയായിരുന്നു. നേരം വെളുത്തിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇളയ കുട്ടിയെ ഞാൻ ഒളിപ്പിച്ചിരുത്തിയതാണെന്ന്. ഞങ്ങൾ അങ്ങനത്തെ സംസ്കാരത്തിലല്ല നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. മോളുടെ പേര് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത് ആര് വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞത്? ഈ ചെക്കൻ പറഞ്ഞു എന്നാണ് അവർ പറയണത്, ഞാൻ കേട്ടിട്ടില്ല. ചെറുക്കനെ നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയേയില്ല. അവരെ ഒരു നല്ല മദ്യപിച്ചിട്ടുണ്ട്, ഒരു 10-25 വയസ്സുണ്ടാവും. അവൻ കക്കാൻ വന്നവൻ. ഇവര് ഓരോന്നും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടി കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് അവൻ എന്തോ ഏതാണ്ടോ പറഞ്ഞിട്ട് പോയതാ. ഇവരെ അറിഞ്ഞൂടാ, ആരെ അറിഞ്ഞൂടാ. അപ്പൊ നീ ഇതിന്റെ ഇളയരെ കാണുന്നത് അത് നിങ്ങളുടെ ഭർത്താവാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭർത്താവ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവര് പെരുമ്പാവൂരൊക്കെ, എനിക്ക് എൻ്റെ മാമന്മാരുടെ വീട് പെരുമ്പാവൂർ, അങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് ദൂരെയുള്ള ആൾക്കാർക്ക് വരെ ഹസ്ബൻഡ് നേരം എടുത്തപ്പോഴത്തേക്ക് ഇതൊക്കെ അറിയിച്ചിരിക്കണം. എല്ലാ വീട്ടിലും അകത്തുനിന്ന് ഒരാളെ പിടിച്ചു, അവർ മോശമായി നടക്കുന്ന സ്ത്രീകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളുടെ അടുത്ത്. ഇപ്പം കണ്ടില്ലേ പിടിച്ചത് നാട്ടുകാർ കൂടിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടിരിക്കണം. ഞാൻ 11 മണി നേരത്ത് പോലീസ് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നാട്ടുകാർ തന്നിട്ടുണ്ട്, ഒരു പയ്യനെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, സാർ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വരണം എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് ഞാനും അനിയനും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എഴുതാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, അത് പുറത്ത് ഗേറ്റിന് പുറത്തുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ മോളെ വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കി നാളെ അത് കുട്ടിക്ക് വേറെ പ്രശ്നമാവും, കുട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ജനവാദിൻ്റെ അടുത്ത് നിന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് എഴുതരും. ഞാൻ പറഞ്ഞു ഞാൻ എഴുതരില്ല, അങ്ങനെ എഴുതരേണ്ട ആവശ്യം എന്താ, നാട്ടുകാർ പിടിച്ച നാട്ടുകാരുടെ പേരിൽ കംപ്ലൈൻറ്റ് എടുക്കൂ, അങ്ങനെ ഒരു കള്ളനെ പിടിച്ചു എന്നോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് എടുക്കുമെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് അവർക്ക് പരാതി ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ എനിക്ക് ആ പയ്യനൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചേച്ചി ആ കുട്ടിയെ തല്ലരുത്, ഞാൻ ബസ്സിൽ നിന്ന് എങ്ങനെന്തോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അടിയും ബഹളം പ്രശ്നമൊക്കെ ആയി എന്ന് പറഞ്ഞു. അവൻ വെള്ളം അടിച്ചിട്ടുണ്ട്, അവിടെ ഒരു പൂരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് നേരം വെളുത്ത അടുത്ത വീട്ടുകാരൊക്കെ പറഞ്ഞുണ്ടാക്കിയിരിക്കണം ഈ കുട്ടിയായിട്ട് 6 മാസം ബന്ധമുണ്ടെന്ന് വരെയൊക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഈ കുട്ടിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇയാളെ അറിയോ എന്നുള്ളത്? ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരികയും ചെയ്തു. അങ്ങനെ ഇവരെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടിക്ക് ഇവനായിട്ട് ബന്ധം പറയാനായിട്ട് അവള് പഠിക്കുന്നത് പാലക്കാടാണ് പഠിക്കുന്നത്. ഈ കുട്ടി ഇവര് മണ്ണൂരുള്ള ഏതോ ഒരു കച്ചറ ടീം ഒരു ചെക്കനാണത്. അപ്പൊ എനിക്കറിയാം എന്റെ മക്കൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ തയ്ക്കുന്നതാണോ നിങ്ങളുടെ ജോലി? ഞാൻ തയ്ക്കും, അത്യാവശ്യം ബ്യൂട്ടീഷ്യനും. അപ്പൊ അതിന് എതിരായിട്ട് ഇദ്ദേഹം അവിടെ വീഡിയോ ക്യാമറ വെച്ചിട്ടുണ്ട്, ഡ്രസ്സ് തയ്ക്കണ ആൾക്കാര് തയ്ച്ചു കൊണ്ടുപോകുമ്പോ അവരുടെ അടുത്ത് പറയും ഞങ്ങൾ ഇവിടെ വീഡിയോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോവണ്ട എന്നൊക്കെ പറഞ്ഞു. ആ സ്ത്രീ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അങ്ങനെയൊന്നും വീട്ടിൽ വരുന്നൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യാനൊന്നും. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു, സ്റ്റിച്ച് ചെയ്യലും ബ്യൂട്ടീഷ്യൻ. ഞാൻ +2 പഠിച്ചിട്ടുണ്ട്.
ഇപ്പം ഞാനൊരു ചെറിയൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് രീതിയിൽ ഇപ്പം 1 മാസമായിട്ട് വർക്ക് ചെയ്യാൻ പോയി. ഉഷ പറയണത് ഇപ്പൊ ഇയാൾ എവിടെയാണ് എന്താണെന്ന് അറിയില്ല എന്നല്ലേ പറയണത്. അതെ അതെ. അപ്പൊ അത് കോടതിയിൽ നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടൊരു ഉത്തരവുണ്ട് പൈസ വസൂലാക്കാനായിട്ട്. അത് നടപ്പിലാക്കാനായിട്ട് കോടതി മുഖാന്തരം തന്നെ ഹർജി കൊടുത്ത് ഇയാളെ വരുത്താലോ? ഒരുപാട് പ്രാവശ്യം കോംപ്രമൈസിന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഫോണിൽ കിട ഇവര് എന്ത് ചെയ്ത ഇങ്ങനെ വരില്ല വീട്ടിലേക്ക്. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കത് കോംപ്രമൈസ് ആക്കാം, അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെയല്ല ഞാൻ തന്നെയല്ല, അപ്പം എന്താ വെച്ചാൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാ ബന്ധുക്കളും വിളിക്കും. അപ്പോൾ ഒന്നും അവരുടെ കൂടെ വരില്ല. പിന്നെ ഇടയിൽ പറയും 20 ലക്ഷം രൂപയും തരാം, വടക്കഞ്ചേരിയിലത്തെ സ്ഥലം തരാമെന്ന്. പിന്നെ അത് ശരിയാക്കാന്നുള്ള രീതിയിലേക്ക് സംസാരം വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ സംസാരിച്ചു, എല്ലാം റെഡിയാക്കാന്നുള്ള രീതിക്ക് എത്തിയപ്പോൾ അവർ പറയാണ് ഞാൻ എന്താണ് വേശ്യ സ്ത്രീകൾക്ക് പലർക്കും കൊടുക്കണ ഒരു രീതിയിൽ ഞാൻ വേണമെങ്കിൽ കൊടുക്കാമെന്ന്, സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പൈസ വേണ്ട. അപ്പം അവരും പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തിക്ക് മേടിച്ചു കൊടുക്കലല്ല എൻ്റെ പണി, അതുകൊണ്ട് ഞാൻ ഈ ഇടപാടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറി. 2 തരത്തിൽ നിങ്ങൾക്കത് വസൂലാക്കി എടുക്കാം. എനിക്കിത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ പ്രോപ്പർട്ടി രണ്ട് പ്രോപ്പർട്ടി അയാളുടെ പേരിലുള്ളത് നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ആ വസ്തുവിൽ കൂടിയും നിങ്ങൾക്ക് കിട്ടാനുള്ള സംഖ്യ വസൂലാക്കി എടുക്കാം. അതിന് ഇയാളുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടുമുള്ള സംശയം, ഈ കാര്യങ്ങളിൽ ഉഷയുടെ കുടുംബത്തിന്റെ നിലപാടെന്താണ്? അച്ഛന്റെ അമ്മയുടെ നിലപാടെന്താണ്? നിങ്ങൾക്ക് സഹോദരന്മാരാരുമില്ല, കുഞ്ഞമ്മയുടെ മക്കളോ കൊച്ചച്ഛന്റെ മക്കളോ ഒരു സഹോദരനുണ്ടല്ലേ? ഇത്ര ആ ആൾക്കാരുടെ നിലപാടെന്താണ്? അവര് വിചാരിച്ചത് അവര് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മോശമായിട്ട് സംസാരിക്കുക, പിന്നെ ഏതു നേരം ഈ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. അല്ല, അതിപ്പോ ഒരുത്തൻ വിരോധിച്ച ഒരാള് അയാളുടെ ഭാഗം കുഴപ്പമാക്കിയിട്ട് നമ്മളെ മോശമാക്കാൻ വേണ്ടി അവൻ എന്ത് അനാവശ്യവും പറയും. ഒരു സ്ത്രീയെ കുറിച്ച് അനാവശ്യം പറയാൻ മാക്സിമം എത്രയാണ് നമുക്കറിയാം. അവളുടെ മോറാലിറ്റിയെ കുറിച്ച് പറഞ്ഞ് അനാവശ്യപ്പെടുത്തുക മറ്റൊരു അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ആ അഡ്വക്കേറ്റിന്റെ നമ്പർ ഒന്ന് തരൂ. ഹലോ, നമസ്കാരം, അഡ്വക്കേറ്റ് രവി അല്ലേ? നമസ്കാരം സാർ, ഞാൻ ഉർവശിയാണ്. കെൽസയുടെ അദാലത്തിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കൈരളിയുടെ ജീവിതം സാക്ഷി എന്ന പരിപാടിക്ക് അകത്തുനിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു ക്ലയന്റ് ഉഷ വന്നിട്ടുണ്ട് ഒറ്റപ്പാലത്തുനിന്ന്. അതെ അതെ അതെ, ഉഷ ബാബു അല്ലെ? ചില കേസിനെ കുറിച്ചുള്ള ചില സംശയങ്ങൾ നമ്മുടെ ജഡ്ജസിന് ചോദിക്കുമ്പോൾ അവർക്കത് പറയാൻ മനസ്സിലാകുന്നില്ല, അവർക്ക് അറിയുന്നില്ല. അതപ്പോ നിങ്ങളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് ജഡ്ജസ് സംസാരിക്കും കേട്ടോ. മിസ്റ്റർ രവി, നോക്കൂ, അവരുടെ പേരിൽ ഫാമിലി കോർട്ടിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ഒറിജിനൽ പെറ്റീഷൻ നമ്പർ 998/2012 എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ പ്രൊഡ്യൂസർ രാജീവാണ് ആ കേസ് നടത്തിയിരുന്നത്. ഇപ്പൊ അതിന്റെ പൊസിഷൻ എന്താണെന്ന്, അതിലൊരു 4 ലക്ഷത്തി ചില്ലാനും റുപ്യ അരിയേഴ്സും പിന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള മെയിൻ്റനൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആയിട്ടുണ്ട് പാലക്കാട് ഫാമിലി കോർട്ട്. അതെന്തായി, അതിന്റെ എക്സിക്യൂഷൻ എന്തായി? The respondent preferred an appeal before the Honorable High Court. Okay. കോടതി അപ്പീലില് ഒരു ഇന്ററിം സ്റ്റേ കൊടുത്തു, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. So far he has not deposited any single penny. Very good. എന്നിട്ട് So the appeal is pending before the Honorable High Court. Okay. High Court direction has not been complied so far. അല്ല, അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തൂടെ? Execution already I have prepared an application. CMB is pending before the family court Palakkad. Okay. അപ്പൊ അതെന്താ, അത് എക്സിക്യൂഷൻ കൊടുത്തിരിക്കുന്ന he is absconding. It is very difficult to locate the respondent in this case. അല്ല, he is not having a permanent abode. According to him, he is residing somewhere in Malappuram. Unfortunately, that in that address he is not residing. എനിക്ക് തോന്നുന്നത് അതിലെ ഡിസ്ട്രസ് വാറണ്ട് അയക്കാൻ ഓർഡർ ആയിട്ടുള്ള സംശയം. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്, നോ ഡൗട്ട്. പിന്നെ കൂടുതൽ അവരൊന്ന് സഹായിക്കുക, കാരണം ഞങ്ങളുടെ ഇതിൽ വന്നിട്ടുള്ള നമുക്കത് വേറെ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ നല്ലൊരു വക്കീലാണെന്ന് മനസ്സിലാക്കുന്ന സന്തോഷം. സാർ ഇപ്പൊ എന്താ സാർ ഇവർക്ക് ഇപ്പൊ തൽക്കാലം തീരുമാനമായിട്ട് പറയാൻ പറ്റും? തൽക്കാലം തീരുമാനിച്ച ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകൾ നിങ്ങൾ ശരിയായിട്ട് നടത്തുക, വളരെ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ മറന്ന് ഈ കേസ് നടത്തി ഞങ്ങൾ പറഞ്ഞതുപോലെ അത് നടത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുക. അതിൽ നിങ്ങൾക്ക് വിധിയുണ്ട് കയ്യിൽ, ഇത് വിധി നിങ്ങളുടെ കയ്യിലുണ്ട്.
അത് നടത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ 20 ലക്ഷം ഉറുപ്പിയും പ്രോപ്പർട്ടിയും തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ. 25 ലക്ഷം. അപ്പോൾ ഈ വിവാഹബന്ധം വേർപെടുത്തുന്നോ അങ്ങനെ വല്ല ഉദ്ദേശം? അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണല്ലേ. അപ്പൊ ഞാനിപ്പോ സാധിക്കാമായിരുന്നു. അത് എന്താ വെച്ചാൽ ഞാൻ സമ്മതിക്കാത്തതാണ്. ഞങ്ങൾക്കിപ്പോ ഞാൻ ഈ 2 പെൺകുട്ടികളെയും കൊണ്ട് 20 ലക്ഷം 25 ലക്ഷം അവര് തന്നാലും എനിക്കൊരു വീടാണല്ലോ ഇപ്പൊ ആവശ്യം. കുട്ടികളെ കല്യാണം കഴിക്കേണ്ട പ്രായമായിട്ടുണ്ട്. അപ്പോൾ വീടില്ലാതെ ഞാൻ 25 ലക്ഷം രൂപയും അവിടെ ഒരു 8 സെന്റ് എന്ന് പറഞ്ഞ പാടം സൈഡുള്ള സ്ഥലമാണ്. അതിൽ പോയി ഞാൻ ഈ പ്രായത്തിൽ ഇനി വീട് വെച്ച് കുട്ടികളെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറ്റണ കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉള്ള വീട്ടില് താമസിച്ചോണ്ട് ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഓർഡർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ആ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ അത് മാട്രിമോണിയൽ ഹോമാണ്, നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭർത്താവിന് അർഹതപ്പെട്ട വസ്തുവാണ്, വീടാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ഇയാളുടെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരില്ല. അപ്പൊ നിങ്ങളവിടെ താമസിക്കൂ. വക്കീൽ പറഞ്ഞ പോലെ വക്കീൽ ചെയ്തു തരും. ഈ എമൗണ്ട് വസൂലാക്കാൻ വേണ്ടി ഈ വസ്തു തന്നെ വിൽക്കുകയോ നിങ്ങളുടെ പേരിലാക്കാനുള്ള സംവിധാനവും ഉണ്ട്. അപ്പോൾ ആ വീട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് രൂപ വേണോ ഈ വസ്തു വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഏത് രീതിയിൽ അത് വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കണം. പിന്നെ രൂപയുടെ ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് 25 ലക്ഷം അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇതൊരു കാര്യം, ഇത് കുറച്ചും കൂടി ഇത് വന്നു കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ ആൾ വരും നിങ്ങളുടെ അടുത്ത്. അയാൾക്ക് സെറ്റിൽമെന്റ്. അതിപ്പോൾ മാം പറഞ്ഞതുപോലെ ഈ വേറൊരു കുടുംബം വേണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് ഒഴിവാക്കിയേ പറ്റൂ, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ പിന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ ചെലവിന് തരാൻ വിധിയായിട്ടുള്ളത്. അപ്പൊ അത് തരാതിരിക്കാനും എല്ലാ ലംസമായിട്ടും എല്ലാം കൂടി കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അയാൾ വരും. ഇപ്പൊ അയാളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നല്ല പുകച്ച് പുറത്താക്കാന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും തളർന്നു കിടക്കുന്നവരെയാണ് ആൾക്കാർ ദ്രോഹിക്കാൻ നോക്കുക. നിങ്ങൾക്കും മക്കൾക്കും ക്ഷീണമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് നാട്ടുകാരെല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയുന്നത്. നിങ്ങൾ ബോൾഡായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ. ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ തളരേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇപ്പോൾ പൈസ ഇല്ല എന്നുള്ളത് പൈസ ഒരു വിഷയം തന്നെയാണ്. രൂപയ്ക്ക് രൂപ തന്നെ വേണം. ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും സംഖ്യയ്ക്ക് സംഖ്യ തന്നെ വേണം. അതിനേക്കാൾ ഉപരി നമ്മുടെ മാനസികമായ ധൈര്യമാണ്. നമ്മൾ ധൈര്യത്തോടെ അന്തസ്സായിട്ട് ജീവിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനും നമ്മുടെ അടുത്തേക്ക് വരില്ല. നിങ്ങൾക്ക് ക്ഷീണമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ആൾക്കാർ സംഘം ചേരാനും നിങ്ങളെ ഉപദ്രവിക്കാനും ഇയാളുടെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നേർക്ക് നേരെ നിൽക്കാൻ പ്രാപ്തി ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. അങ്ങനെ സമൂഹത്തിനും അങ്ങനെ ഒരു മാതൃകയായി മാറട്ടെ. എന്തായാലും നിങ്ങളുടെ ആത്മവിശ്വാസം മേഡം പറഞ്ഞതുപോലെയാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ വക്കീലന്മാരായാലും അവർ നല്ല രീതിയിൽ വാദിച്ച് നല്ലൊരു ജഡ്ജ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതനുസരിച്ച് മുന്നോട്ട് നിൽക്കുക. എന്ത് രീതിയിലുള്ള സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കെൽസി ആകട്ടെ, ചാനലാവട്ടെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. എന്തായാലും ഇതിനൊരു നല്ലൊരു പരിഹാരവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടൊരു പരിസമാപ്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചിട്ടാണ് രമേശിനെയും സതീശനെയും അവരുടെ അഡ്വക്കേറ്റിനെയൊക്കെ വിളിക്കാനായിട്ട് രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാരും ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര വലിയ തെറ്റായി പോയി എന്നുള്ളതൊരു പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ആരെയും ക്രൂരമായി ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു വേദിയല്ല ഇത്. ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നൊരു വേദിയാണിത്. അല്ലാതെ കെൽസിയുടെ ജഡ്ജസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിലും പോകാൻ പറ്റത്തില്ല, നമ്മളെ കുരുക്കിക്കളയും എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അബദ്ധത്തിൽപ്പെട്ടു പോയി, തെറ്റ് സംഭവിച്ചു പോയി, ഇനി എന്താണ് ഇതിൻ്റെ പരിഹാരം, ഇങ്ങനെയാണ് കാര്യം, എന്നെക്കൊണ്ട് ഇത്രയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് തുറന്ന് പറയാൻ, തൊട്ടടുത്തിരുന്ന് പറയാൻ പറ്റുന്ന നീതിപതികൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത്. അപ്പോൾ അതിനുള്ള പരിഹാരം അവർ നിർദ്ദേശിക്കും. നിങ്ങൾക്ക് അഹിതമായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രക്ഷേപണം ചെയ്യുകയില്ല. അപ്പോൾ രമേശ് മനസ്സിലാക്കുക, രമേശിന് താല്പര്യമുണ്ടെങ്കിൽ, ഇവരുമായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എന്ത് കണ്ടീഷൻസ് ആയാലും നിബന്ധന എന്ത് തന്നെ ആയാലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ രമേശ് വിളിക്കാൻ മറക്കരുത്. എന്തായാലും ഇന്ന് ഇങ്ങനെ നിർത്താനേ നിർവാഹമുള്ളൂ. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.